Good morning to all. Mute ആണോ? Unmuted. We can speak now. Good morning, Miss. Morning. Good morning, ma'am. Yeah, good morning to all. How are you all? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖമാണ് മിസ്. സുഖാണ്. ഓക്കെ. അന്നേരം അങ്ങനെയിട്ട് കുറെ നാളായല്ലോ. എവിടെയായിരുന്നു? മിസ് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്കായി പോയി ബുധനാഴ്ച. അതുകൊണ്ടാണ് ക്ലാസ്സിൽ കയറുന്നത്. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി. ഓക്കെ. ആരുടെ ബർത്ത്ഡേ ആയിരുന്നു? മലകേടാണോ? എന്റെ ആയിരുന്നു. ഓക്കെ. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മാം. ഓക്കെ. മാമിന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖം. നല്ല കുറെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ പഠിപ്പിക്കാം. ഓഹോ. ഓക്കെ. അപ്പൊ പിന്നെന്താ, സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക്? സ്റ്റാർട്ട് ചെയ്യാം മിസ്. ഓക്കെ. പ്രസന്റൻസ് കംപ്ലീറ്റ് ആയി അല്ലേ? കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പാസ്റ്റിലേക്ക് പോവാം. പാസ്റ്റ് ടെൻസ്. Take your notebook. Heading എഴുതാം. Past tense. Past tense ല് ഫസ്റ്റത്തെ ആക്ഷൻ ഏതാണ്? സിമ്പിൾ ആണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് എഴുതാം. സിമ്പിൾ പാസ്റ്റ്. പ്രസന്റ് ടെൻസ് നന്നായിട്ട് മനസ്സിലായ ഒരാൾക്ക് ഇനി അങ്ങോട്ടുള്ള എല്ലാ ടെൻസും പഠിക്കാൻ എളുപ്പമാട്ടോ. സിമ്പിൾ ആണ്. ഓക്കെ. അപ്പോ പാസ്റ്റ് ടെൻസിൽ അറിയാലോ, പാസ്റ്റ് ഇസ് പാസ്റ്റ് അല്ലെ, കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. അപ്പോ സിമ്പിൾ പാസ്റ്റ് ഹെഡിങ് കൊടുക്കാം. ബ്രാക്കറ്റിൽ എഴുതാം ചെയ്തു എന്ന് എഴുതാം കേട്ടോ. മലയാളം ചെയ്തു. കംപ്ലീറ്റ് ആയ പ്രോസസ് ആണ് അല്ലെ. എന്തൊരു ആക്ഷൻ ആണെങ്കിലും ഇത് കംപ്ലീറ്റ് ആയെങ്കിൽ അത് നമുക്ക് പാസ്റ്റ് ടെൻസിൽ പറയാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അറിയാലോ, ചെയ്തു, പോയി, കണ്ടു, അങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് അല്ലെ. കഴിച്ചു. സോ ഇതെല്ലാം എന്താണ്? കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആയ ഒരു പ്രോസസ് ആണ്, അല്ലെങ്കിൽ ആക്ഷൻ ആണ് എന്ന് പറയാം. ആക്ഷൻ ഫിനിഷ് ചെയ്ത പാസ്റ്റ്. അല്ലെങ്കിൽ പാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോ ടൈം എത്രയാ? 11:37. 36 എന്താണ്? പാസ്റ്റ് ആണ്. അറിയോ? ഓക്കെ. ഇനി സ്ട്രക്ചർ എഴുതാം കേട്ടോ. നമ്മള് പ്രസന്റ് ടെൻസില് V1 ആയിരുന്നു. ഇതിപ്പോ പാസ്റ്റ് ടെൻസ് ആയപ്പോ എന്താ? V2 ആണ് കേട്ടോ. V2 ആണ് പറയാം. സബ്ജക്ട് പ്ലസ് V2 ആണ് സ്ട്രക്ചർ വരുന്നത്. Subject plus V2. Subject plus V2 ആണ് structured. Okay, V1, V2, V3 form അറിയാം അല്ലെ. V2 എന്താണെന്ന് അറിയാം. Past verb. Okay. അപ്പോ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് റൂൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാ സബ്ജക്റ്റിന്റെ കൂടെയും നമുക്ക് V2 ഫോം യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പ്രസന്റ് ടെൻസിൽ പറയുന്ന കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇനി അങ്ങോട്ടുള്ള ടെൻസിൽ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയി, പ്രസന്റ് ടെൻസ് നന്നായിട്ട് പഠിച്ച ഒരു ആൾക്ക് ഇനി ഈ രണ്ട് ടെൻസും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ. സെന്റൻസ് ക്രിയേറ്റ് ചെയ്താലോ? ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടു. എഴുതൂ. ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടു. ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടു. അത് ഞാൻ അവനെ അവിടെ കണ്ടു എന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ട്രാൻസ്ലേറ്റ് ചെയ്തേ.
ടെക്സ്റ്റ് ചെയ്യൂട്ടോ. ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടു. സബ്ജക്ട് ഏതാണ്? ഞാനാണ്, ഐ ആണ്. വേർബ് ഏതാണ്? കണ്ടു എന്നാണ്. കാണുക സി ആണ്. കണ്ടു എന്ന് പറയുമ്പോ വീറ്റ് ഫോം ആണ്. ഏതാണ്? സി, സോ, സി. അപ്പോ സോയാണ്. ഐ സോ. ആരെ കണ്ടു? അവനെ കണ്ടു. എവിടെ വെച്ച്? അവിടെ വെച്ച്. ഐ സോ ഹിം there. I saw him there. Okay, I saw him there. ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. കുറച്ച് മലയാളം സെന്റൻസ് പറയട്ടെ, ഞാൻ നോട്ട് ചെയ്ത് വെക്കോട്ടോ. അവൾ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തു. അവൾ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തു. അവൾ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തു. അവൾ സാമിന്റെ കൂടെ സിനിമക്ക് പോയി. അവൾ സാമിന്റെ കൂടെ സിനിമക്ക് പോയി. ഫ്രണ്ടിന്റെ കൂടെ സിനിമക്ക് പോയി എന്ന് പറഞ്ഞാൽ അവൾ ഫ്രണ്ടിന്റെ കൂടെ സിനിമക്ക് പോയി. ഞാൻ എനിക്ക് വേണ്ടി ഒരു പുതിയ ഡ്രസ്സ് വാങ്ങി. ഞാൻ എനിക്ക് വേണ്ടി ഒരു പുതിയ ഡ്രസ്സ് വാങ്ങി. അവൾ അവളുടെ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് എന്നെ ക്ഷണിച്ചു. അവൾ അവളുടെ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് എന്നെ ക്ഷണിച്ചു. അവൾ അവളുടെ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് എന്നെ ക്ഷണിച്ചു. ഞങ്ങൾ എല്ലാവരും ഇന്നലെ ഫുട്ബോൾ കളിച്ചു. ഞങ്ങൾ എല്ലാവരും ഇന്നലെ ഫുട്ബോൾ കളിച്ചു. എന്റെ അമ്മ രാവിലെ നേരത്തെ എഴുന്നേറ്റു. എന്റെ അമ്മ രാവിലെ നേരത്തെ എഴുന്നേറ്റു. എന്റെ ഫ്രണ്ട് ഒരു കോമഡി മൂവി കണ്ടു. എന്റെ ഫ്രണ്ട് ഒരു കോമഡി മൂവി കണ്ടു. ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തു. ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തു. അവൾ
ലഞ്ചിന് ശേഷം പാത്രങ്ങൾ കഴുകി വെച്ചു. പാത്രങ്ങൾ കഴുകി. അവൾ ലഞ്ചിന് ശേഷം പാത്രങ്ങൾ കഴുകി. ഞാൻ ഇന്ന് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ ഇന്ന് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവർ അവരുടെ റൂം ഇന്നലെ വൃത്തിയാക്കി. അവർ അവരുടെ റൂം ഇന്നലെ വൃത്തിയാക്കി. എത്ര എണ്ണായിപ്പോ? കൗണ്ട് ചെയ്തോ? മതി കേട്ടോ. ട്രാൻസ്ലേറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചെയ്യാം. മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല കേട്ടോ, ട്രാൻസ്ലേറ്റ് ചെയ്യൂ. ഓക്കെ,
ഓക്കെ, രണ്ടുപേരും ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. പെട്ടെന്ന് ചെയ്യാം, അതിനുശേഷം ഞാൻ കറക്റ്റ് ആൻസർ പറയുന്നതായിരിക്കും കേട്ടോ. ഇനി അയക്കേണ്ടത് ആരൊക്കെയാ? അനഘ, ചിത്ര, ജാസ്മിൻ, ലയന, ഇത്രയും പേര് ടെക്സ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ.
ഓക്കെ, ഇനി നിത്യ ടെക്സ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. നിത്യ ആൻഡ് ജാസ്മിൻ ഇത് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ആൻസർ പറയൂ കേട്ടോ. ഓക്കെ, തെറ്റിപ്പോട്ടെ, മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. നിത്യ ആൻഡ് ജാസ്മിൻ. ഓക്കെ, ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല. നിത്യ അയച്ചിട്ടുണ്ടോ? നിത്യ അയച്ചിട്ടുണ്ട്, സോറി. ഇനിയുള്ളത് ജാസ്മിൻ ആണ്. ജാസ്മിൻ ടെക്സ്റ്റ് ചെയ്തു. ഓക്കെ, ആൻസർ പറയാട്ടോ. മലയാളം ഒന്ന് പറയാമോ ആരെങ്കിലും? ഫസ്റ്റ് ഏതായിരുന്നു മലയാളം? അവൾ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തു. ഇതാണോ ഫസ്റ്റത്തെ മലയാളം സെന്റൻസ്? അതായിരുന്നോ? She took a book from the library. She took. Take ന്റെ beautiful form ആണ് took. She took a book from the library. Okay. Pick ചെയ്യാ. took ആണ് ട്ടോ. Okay. അനു അത് എഴുതിയിട്ടില്ലാന്ന് തോന്നുന്നല്ലോ ഫസ്റ്റ് സെന്റൻസ്. Yeah. Okay. Clear ആണ്, കുറച്ച് ക്ലിയർ ആണ്. നെക്സ്റ്റ് വൺ അവള് ഫ്രണ്ടിന്റെ കൂടെ സിനിമക്ക് പോയി. She went to the movie with her friend. She went to a movie, to the movie. ആർട്ടിക്കിൾ ഏതാണെന്ന് കുഴപ്പമില്ല കേട്ടോ. She went to the movie. നിങ്ങൾക്ക് ആർട്ടിക്കിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നോ ക്ലാസ്സിൽ എപ്പോഴെങ്കിലും? പറയൂ, എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ. ഈ ടെൻസ് കഴിയുമ്പോ എന്നെ ഓർമ്മിപ്പിക്കുക. ഞാൻ ആർട്ടിക്കിളിനെ കുറിച്ച് ക്ലാസ് എടുക്കാം. ഓക്കെ. Yes. About she went to a movie, അല്ലെങ്കിൽ she went to the movie with her friend. Okay. Then I bought a new dress. ഞാൻ എനിക്ക് വേണ്ടി ഒരു പുതിയ ഡ്രസ് വാങ്ങി എന്നാ പറഞ്ഞേ അല്ലെ. I bought for myself a new dress എന്ന് പറയാം. I bought a new dress for myself എന്നും പറയാം. മനസ്സിലായോ? ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? I bought a new dress for myself. Yeah, correct. I bought a new dress for myself. Yeah, correct. ആണല്ലോ. Yeah, yeah. For me, എനിക്ക് വേണ്ടി, എനിക്ക് myself ആണ് കുറച്ച് better. Okay. And the next one is അവൾ അവളുടെ ബർത്ത്ഡേക്ക് എന്നെ ക്ഷണിച്ചു. She invited me to her birthday. Yeah. She invited me to her birthday party. Yeah, correct. She invited me to her birthday party. Okay, clear. First mistakes get it up. Next, ഞങ്ങൾ എല്ലാവരും ഇന്നലെ ഫുട്ബോൾ കളിച്ചു. We all played football yesterday. Yeah, we all played football yesterday. Correct. എല്ലാവരും we all played എന്ന് വരില്ല കേട്ടോ അനക്ക. We are വരില്ല. We all ഞങ്ങൾ എല്ലാവരും we all എന്ത് ചെയ്തു? കളിച്ചു. Played football. We all played football yesterday. അങ്ങനെ വരാട്ടോ. Yeah. കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. We played football എന്നാണ്. Okay, അപ്പൊ we all played football yesterday എന്ന് പറയണം കേട്ടോ. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്, ക്ലിയർ ചെയ്യാം. Then my mother woke up early in the morning. എന്റെ അമ്മ രാവിലെ നേരത്തെ എണീറ്റു. My mother
woke up. Wake day past woke on. Woke up early in the morning. My mother woke up early in the morning is the correct. Okay? Mistake and wake up and Chitra wake up woke on. Now wake Lena, it's a woke. Wake, woke on. Wake up woke on. Correct yada. Oh, my mother woke up early in the morning. Next one, my friend watched a comedy movie. Yeah, I'm a friend, comedy movie. My friend watched a comedy movie. My friend watched a comedy movie. Correct. Lena watched ആണ് past form ആണ്. അവൾ ഫ്രണ്ടിന്റെ കൂടെ സിനിമക്ക് പോയി. ഞാൻ പറഞ്ഞല്ലോ ഇത്. She went to a movie. She went to the movie with her friend. I practiced English yesterday. ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തു. I practiced English yesterday. Correct. I practiced English yesterday. Yeah, correct. And she washed the dishes after lunch. അതിന് ശേഷം അവള് പാത്രങ്ങൾ കഴുകി. She washed the dishes after lunch. After the lunch. ഇതാ യൂസ് ചെയ്യില്ല കേട്ടോ. ഒരിക്കലും ആർട്ടിക്കിൾ നമ്മുടെ ഈ പറയുന്ന മീൻസിന്റെ കൂടെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നതിന്റെ കൂടെ ഒന്നും നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പൊ ഷി വാഷ്ഡ് ഡിഷസ് ആഫ്റ്റർ ലഞ്ച്. പ്ലേറ്റ്സ് പറയാം, ഡിഷസ് പറയാം. better one is dishes. Okay, she washed dishes after lunch. Okay, then I had breakfast early today. I had breakfast early today. I had varayam, I ate varayam. എന്തുകൊണ്ടും പറയാം. I had or I ate breakfast early today. Today ഇന്നാണ് നേരത്തെ കഴിച്ചത്. Today പറയണം. അപ്പൊ I ate breakfast today and I had breakfast today എന്ന് പറയാം. Early today. Yeah, correct. I had breakfast early today. Correct. Okay. And the next one and the last one is our room. They cleaned their room yesterday. They cleaned their room yesterday. Okay. അപ്പൊ എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? നമ്മളത് ശ്രദ്ധിച്ചോ? എഴുതിയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. നമുക്കിപ്പോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ആലോചിക്കുകയും ഇപ്പോ നമുക്ക് ടെൻസ് അറിയാം. ഓക്കെ, ടെൻസ് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. സോ നമുക്ക് വേർഡ്സ് കിട്ടുന്നില്ല അല്ലെ? ശരിയല്ലേ? വേർഡ്സ് ആണ് മിസ്സിംഗ്. അതായത് വൊക്കാബുലറി ആണ് വേണ്ടത്. അതും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട കുറച്ച് വൊക്കാബ്സ് ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് പഠിച്ചാൽ മാത്രമേ കിട്ടൂ. നമ്മൾ പഠിക്കണം. മനസ്സിലായോ? അല്ലാതെ നടക്കില്ല കേട്ടോ. നമ്മൾ പഠിക്കണം. ഓക്കെ, അതായത് ഇപ്പോ നിങ്ങൾ കിച്ചണിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ ഇപ്പോ എന്താ ഒരു ചായ ഉണ്ടാക്കാന്ന് വിചാരിക്കും. ഞാൻ വെള്ളം എടുത്തു, അല്ലെങ്കിൽ ഞാൻ പാൻ എടുത്തു, വെള്ളം ഒഴിച്ചു, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു, സ്റ്റവ് കത്തിച്ചു, പാത്രം അടുപ്പിൽ വെച്ചു, വെള്ളം തിളച്ചു, ഞാൻ ഷുഗർ ഇട്ടു, ചായപ്പൊടി ഇട്ടു. ഓക്കെ, ദെൻ അത് ഒഴിച്ചു, ഞാൻ സെർവ് ചെയ്തു. ഇതില് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയെങ്കിലും ഇതിനെല്ലാത്തിന്റെ നിങ്ങൾക്ക് പേരറിയും. നിങ്ങളിപ്പോ ചെയ്ത എല്ലാ പ്രവൃത്തിയുടെയും പേരറിയും. പറയും, അറിയോ? ഉണ്ടെന്നില്ലല്ലോ. നിങ്ങൾ എന്താ ചെയ്യണ്ടേ?
എന്താ ചെയ്യണ്ടേ? അതൊന്ന് ആലോചിക്കൂ. എന്താ ചെയ്യണ്ടേ? ഒരുപാട് എല്ലാ ടെൻസും നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ടെൻസ് അറിയാം, നിങ്ങൾക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം, എല്ലാം അറിയാം. പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. വൈ? The reason is we don't have the knowledge about vocabulary. vocabulary അറിയില്ല. എവിടെ ഏതൊക്കെ വേർഡ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഫ്രീസ് ആയിട്ട് നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താ ചെയ്യണ്ടേ? പഠിക്കുക. നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് ഡേ ടു ലൈഫിൽ ആവശ്യമായി വരുന്ന വൊക്കാബുലറി ക്ലാസ്സിൽ പറഞ്ഞു തരണമെന്നുണ്ടോ? നിങ്ങൾ സ്വയം പഠിക്കോ അതോ ഞാൻ അത് ക്ലാസ്സിൽ പറഞ്ഞു തരണം? എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് വൊക്കാബുലറി വെച്ചിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കിയാലോ? ഓക്കെ ആണോ? ഓക്കെ മിസ് പറഞ്ഞു തന്നാ മതി. എപ്പോഴൊന്നും പറ്റില്ല, മിസ് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമല്ലോ അല്ലെ? അപ്പൊ ടെൻസ് കഴിയട്ടെ. ടെൻസ് കഴിയുമ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വൊക്കാബുലറി വെച്ചിട്ട് നമുക്ക് ഇനി സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. കുറച്ചൊരു ബെറ്റർ ആണ്. ഓക്കെ, ഇതെല്ലാം ചെയ്യണമെങ്കിൽ എനിക്ക് ഓർമ്മിക്കണം കേട്ടോ. ഞാൻ എനിക്ക് മറവി കുറച്ചധികം കൂടുതലാണ്. ഓക്കെ, ഓർമ്മിക്കണം. ഓക്കെ മിസ്, ഓർമ്മിപ്പിക്കാം. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് ക്ലിയർ ആയോ? മനസ്സിലായോ? ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ആണല്ലോ, ഭയങ്കര സിമ്പിളാ. ഇനി അടുത്ത ടെൻസ് കൂടെ എഴുതിക്കോളൂ കേട്ടോ. അതിന്റെ സ്ട്രക്ചർ കൂടെ എഴുതിക്കോളെ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കഴിഞ്ഞു പോയ ഒരു കണ്ടിന്യൂസ് പ്രോസസിനെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, ഹെഡിങ് കൊടുക്കുക പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ആൻഡ് ബ്രാക്കറ്റിലെ മലയാളം എഴുതാം. ചെയ്യുകയായിരുന്നു, ഞാൻ ക്ലാസ്സുകൾക്കായിരുന്നു, ഞാൻ പഠിപ്പിക്കുകയായിരുന്നു, ഞാൻ അവിടെ പോയേക്കായിരുന്നു, ഞാൻ അവിടെ പോകുകയായിരുന്നു, ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു. പാസ്റ്റ് ആണ്. പാസ്റ്റ് ടെൻസില് പാസ്റ്റിലെ കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ? അപ്പൊ ചെയ്യുകയായിരുന്നു എന്നാണ് പറയാ കേട്ടാ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ചെയ്യുകയായിരുന്നു. ചെയ്യുകയായിരുന്നു. ഓക്കെ, ക്ലിയർ. ഇനി സ്ട്രക്ചർ എഴുതാം കേട്ടോ. അതിന് സ്ട്രക്ചർ എഴുതാ. ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞു. അതിന്റെ സ്ട്രക്ചർ ഇതാണ്. സബ്ജക്ട് പ്ലസ് നമ്മള് പ്രസന്റിൽ പറഞ്ഞ ഓക്സിലറീസ് ഉണ്ടല്ലോ, ഈസ്, ആം, ആർ. അതല്ല കേട്ടോ, ഇവിടെ ഇതാണ് വാസ് ആൻഡ് വെയർ ആണ് യൂസ് ചെയ്യേണ്ടത്. വാസ് ഓർ വെയർ അല്ലെ? അപ്പൊ സബ്ജക്ട് പ്ലസ് was or were plus verb കൂടെ ing form. Subject plus was or were plus verb ing. Okay, ഓക്കെ, ക്ലിയർ ആണല്ലോ? സ്ട്രക്ചർ ക്ലിയർ അല്ലേ? ഇത്രയും വരെ പഠിക്കാം. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ വെയർ ആണ് യൂസ് ചെയ്യാം. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വാസ്, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ വെയർ ആണ് യൂസ് ചെയ്യുക. അതായത് ഇപ്പോ ഞാൻ പഠിക്കുകയാണ്, ഞാനിപ്പോ പഠിക്കുകയാണ്. ഷീസ് ലേണിംഗ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഷീസ് സ്റ്റഡിയിങ് എന്ന് പറയാം. ഷീസ് സ്റ്റഡിയിങ് നൗ, ഞാനിപ്പോ പഠിക്കുകയാണ്. അല്ലെങ്കിൽ ഐ ആം സ്റ്റഡിയിങ് നൗ. അവള് പഠിക്കായിരുന്നു, ഇതുവരെ പഠിച്ചു, ഇതുവരെ പഠിക്കായിരുന്നു എന്ന് പറയും. ഷി വാസ് സ്റ്റഡിയിങ് എന്ന് പറയും. ഷി വാസ് സ്റ്റഡിയിങ്. ഇനി അത് പ്ലൂറൽ ആണെങ്കിലോ they were studying എന്ന് പറയും. ഓക്കെ, അപ്പോ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കും കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് ചെയ്യാം. ഓക്കെ, മലയാളം സെന്റൻസ് എടുത്ത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് മിസ്.
ഓക്കെ ക്ലിയർ. ഓ ഇത്രയും പഠിച്ചതെല്ലാം ഓക്കെ ആണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. ആ മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമില്ല. ഉണ്ടോ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടോ? ആ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഓക്കെ ഓക്കെ സോ ഇന്നത്തെ വൈകിട്ട് ചെയ്താലോ? ഓക്കെ സോ താങ്ക് യു all. See you in the next class. താങ്ക് യു മിസ്. താങ്ക് യു മാം.